കൊട്ടിയം മൈലക്കാട് ഇറക്കത്തെ ഉയരപ്പാതയിലുണ്ടായത് വൻ ഗർത്തം. കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ മാസങ്ങളായി നിറച്ച് ഉറപ്പിച്ചിരുന്ന മണ്ണ് മുഴുവൻ താഴ്ന്നു പോയതോടെ സർവീസ് റോഡിലെ വിള്ളൽ വലുതാവുകയായിരുന്നു. റോഡും കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരുന്ന ഓടയും തൊട്ടടുത്ത തോടിന്റെ സംരക്ഷണ ഭിത്തിയുമടക്കം തകർന്നു. റോഡരികിലുണ്ടായിരുന്ന വൈദ്യുതി തൂണുകൾ ചരിഞ്ഞതും അപകടഭീതി ഉയർത്തി. ദേശീയപാത നിർമ്മാണത്തിലെ കൊല്ലത്തുണ്ടായത് തുടർച്ചയായ അപകടങ്ങളാണ്. അശ്രദ്ധയും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കിയത്. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ വഴിമാറിപ്പോയത്. ദേശീയപാതയിൽ മൈലക്കാടിനും കൊട്ടിയത്തിനുമിടയിൽ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടായിരുന്ന ഭാഗം ഉയർത്തിയാണ് പുതിയ പാലത്തിന്റെയും പാതയുടെയും നിർമ്മാണം ആരംഭിച്ചത്. കൊട്ടിയം സിതാരമുക്കിനും മൈലക്കാട് ജംഗ്ഷനിലും ഇടയിലാണ് പാലം നിർമ്മാണം നടന്നിരുന്നത്. വിശാലമായ പാടശേഖരവും തൊട്ടടുത്തുള്ള ഭാഗത്തെ ഭൂപ്രകൃതി പരിഗണിക്കാതെയുമുള്ള നിർമ്മാണമാണ് നടക്കുന്നതെന്ന് തുടക്കത്തിൽ തന്നെ പരാതി ഉയർന്നിരുന്നതുമാണ്. നിരന്തരം നീരൊഴുക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന ഭാഗം നന്നായി ബലപ്പെടുത്താതെയാണ് 30 അടിയിലേറെ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തി മണ്ണുറപ്പിക്കൽ നടന്നിരുന്നത്. വൻതോതിൽ മണ്ണിട്ടുയർത്തി ബലപ്പെടുത്തൽ തുടർന്നതോടെ ഒരു ഭാഗത്തെ ഭിത്തി മുഴുവൻ ചെളിയിലേക്ക് ആഴ്ന്നുപോയി. ഇതോടൊപ്പം മണ്ണും ഇടിഞ്ഞു താഴ്ന്നതോടെ വലിയ ഗർത്തം രൂപപ്പെട്ടു. മൈലക്കാട് സിതാര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ മഴവെള്ളം ഒഴുകിയെത്തുന്ന ഭാഗമാണിത്. ചെളി നിറഞ്ഞ പ്രദേശമാണെന്നത് പ്രത്യേകം പരിഗണിച്ച് പുനർനിർമ്മാണം നടത്തണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അപകടത്തിൽ കുടുങ്ങിയ സ്കൂൾ ബസ്സിലെ കുട്ടികൾ വെള്ളിയാഴ്ചത്തെ വീട്ടിലേക്കുള്ള യാത്ര ഒരിക്കലും മറക്കില്ല. ഇനി ഒരു ദിവസവും പേടിയോടെയല്ലാതെ അവർക്ക് സ്കൂളിലേക്കും തിരിച്ചും യാത്ര ചെയ്യാനാകില്ല. തൊട്ടുമുൻപിൽ റോഡ് പിളരുന്നതും വശത്തെ ഉയരത്തിലുള്ള ഭിത്തി ഇടിഞ്ഞു താഴുന്നതും ശ്വാസമടക്കിയാണ് അവർ കണ്ടത്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും പകച്ചുപോയി. ഡ്രൈവറും ആയയും സമചിത്തത വിടാതെ അവരെ ആശ്വസിപ്പിച്ചു. നാട്ടുകാരും കൂടി ചേർന്ന് കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അത്യാഹിതങ്ങൾ ഉണ്ടായില്ലെങ്കിലും ദേശീയപാത നിർമ്മാണം നടക്കുന്നയിടങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്.